ഇപ്പോൾ കർക്കടക മാസത്തിൻ്റെ പ്രത്യേകതകൾ പറയുമ്പോഴാണ് ഈ മാസമാണ് തൃശ്ശൂരിലേക്ക് ഏറ്റവും അധികം ജനത പോകുന്നത്. കാരണം നാലമ്പല ദർശനം എന്നുള്ളൊരു സമ്പ്രദായമുണ്ട്. രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ ഇവരുടെ എല്ലാം പേരുകളിലുള്ള ക്ഷേത്രങ്ങൾ ഈ ഒരു ദിവസം തന്നെ ഈ നാലമ്പല ദർശനം നടത്തണം. തൃപ്രയാറുള്ള രാമക്ഷേത്രം, പിന്നെ കൂടൽമാണിക്യം ഇരിങ്ങാലക്കുടയുള്ള ക്ഷേത്രം, പായമലാണ് ശത്രുഘ്ന ക്ഷേത്രം, മൂഴിക്കുളം പെരുമാൾ ലക്ഷ്മണ ക്ഷേത്രമാണ്. അങ്ങനെ ഈ 4 ക്ഷേത്രങ്ങൾ ഒരു ദിവസം തന്നെ കണ്ടു തീർക്കണം. പണ്ടത്തെ പോലെ ഒരു പഞ്ഞമാസമാണോ കർക്കിടകം എന്ന് ആലോചിക്കേണ്ടി വരും. കാരണം അങ്ങനെ ഇപ്പോ പണ്ടത്തെ പോലെ ഒരു പഞ്ഞുമില്ല. എല്ലാ കാര്യങ്ങളും എല്ലാ കാലഘട്ടങ്ങളിലും നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ പണ്ട് കൃഷിയായിരുന്നു പ്രധാന വരുമാന മാർഗമെങ്കിൽ ഇപ്പോഴും കൃഷി തന്നെ വരുമാന മാർഗം. എന്നിരുന്നാൽ പോലും എത്ര ശതമാനം ആളുകൾ കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് കൂടെ ഒരു ചോദ്യമാണ് കാര്യമാണ് അല്ലേ. അടുത്ത സെഗ്മെന്റ് കണ്ടിട്ട് വരാം. അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, ഇന്ന് സംസാരിക്കുന്നത് ഗണപതി ഹോമത്തെക്കുറിച്ചാണ്. നമ്മൾ ഗണപതി ഹോമം നടത്തുമ്പോൾ മിക്കവാറും എല്ലായിടത്തും മലർ ഹോമിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പൊരുൾ എന്താണ് എന്നുള്ളതൊന്ന് വിശദമാക്കാമോ? ഈ ഗണപതി ഹോമം നടത്തുമ്പോൾ പലയിടത്തും മലരൊക്കെ ഹോമിക്കുന്നുണ്ട്. പക്ഷേ അതിൽ പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം എന്ന് പറയുമ്പോൾ 8 ദ്രവ്യം തന്നെ വേണം. അപ്പോൾ പല ആചാര്യന്മാർക്കും പറ്റുന്നൊരു അബദ്ധം, ഈ 8 ദ്രവ്യമായിട്ട് അവർ കണക്ക് കൂട്ടുന്നത് അവല്, മലര്, ശർക്കര, കൽക്കണ്ടം, മുന്തിരി, പിന്നെ ആപ്പിള്, ഓറഞ്ച് ഇങ്ങനെയൊക്കെ ഇട്ടിട്ടാണ്. പിന്നെ അതല്ലെങ്കിൽ ഗണപതി നാരങ്ങ ഇതൊക്കെ ഇട്ടിട്ടാണ് ഇവർ അഷ്ടദ്രവ്യ ഗണപതി ഹോമമായിട്ടൊക്കെ സങ്കല്പിച്ച് ചെയ്യുന്നത്. അതെല്ലാം കൂടി കൂട്ടിയിട്ടിട്ട് അവസാനം അതിൽ നിന്ന് കുറച്ച് വാരി മിക്സ് ചെയ്തിട്ട് ഹോമിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ അഷ്ടദ്രവ്യം എന്ന് പറയുന്നത് ഇതല്ല. എന്തായാലും നമ്മൾ അതിലേക്ക് വരുന്നില്ല, അഷ്ടദ്രവ്യം വെളിപ്പെടുത്തുന്നില്ല. പിന്നെ അതിനകത്ത് നെയ്യൊക്കെ ഒഴിച്ച് എല്ലാം കൂടി ഇട്ട് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അഷ്ടദ്രവ്യത്തെക്കുറിച്ച് വിശദമാക്കുന്നില്ല. എന്നിരുന്നാലും ഈ മലര് ഹോമിക്കുന്നതിൻ്റെ പൊരുൾ, അതായത് നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം ചെയ്യുമ്പോൾ എല്ലാം കൂടി കൂട്ടി വാരിയിട്ടിട്ട് ഗണപതിക്ക് ഹോമിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഗണപതിക്ക് മലര് ഹോമിക്കണമെങ്കിൽ അവസാനം മാത്രമേ പാടുള്ളൂ. അതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ കുബേരൻ ഒരു വിരുന്ന് സൽക്കാരം നടത്തുന്ന സമയത്ത്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നിരുന്നാലും കുബേരൻ വിരുന്ന് സൽക്കാരം നടത്തുന്ന സമയത്ത് എല്ലാ ദേവീദേവന്മാരെയും ക്ഷണിക്കുന്നു. അങ്ങനെ ക്ഷണിക്കുമ്പോൾ ശിവൻ്റെ അടുത്തും പോയി ഭഗവാനും ക്ഷണിക്കും, ശിവകുടുംബത്തെ മൊത്തം ക്ഷണിക്കുന്നു, വലിയൊരു ആഘോഷമായിട്ട് നടത്തുന്നു. അപ്പോൾ ശിവന് കുബേരൻ്റെ അഹങ്കാരം ശമിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുള്ളതിനാൽ ഭഗവാൻ ഈ വിരുന്ന് സൽക്കാര ദിവസത്തിലേക്ക് ഗണപതിയാണ് അയക്കുന്നത്. അങ്ങനെ ഗണപതി കുബേരൻ്റെ രാജധാനിയിൽ വരുന്നു, എല്ലാ ദേവീദേവന്മാരും ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കുബേരൻ നോക്കുമ്പോൾ ശിവൻ വന്നിട്ടില്ല, പകരം വിട്ടിരിക്കുന്നത് ഗണപതിയെയാണ്. അപ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടമായില്ല. കാരണം ഈ ഭഗവാനെ വിളിച്ചിട്ട് മോനെ വിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അതൃപ്തിയോടുകൂടി തന്നെയാണ് ഗണപതിയോട് പെരുമാറുന്നത്, ഒരു ഇഷ്ടമില്ലാത്തൊരാൾ വന്ന പോലെയുള്ള രീതിയും കാര്യമൊക്കെ. അപ്പോൾ എന്നിരുന്നാലും ഇങ്ങനെ ഗണപതി വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അതിനു മുമ്പ് ഗണപതിക്ക് ആദ്യ സ്ഥാനം കൊടുക്കണം എന്നുള്ള ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം പാർവതി വാങ്ങിയിരിക്കുന്നതിനാൽ ഗണപതി വന്നു കഴിയുമ്പോൾ എന്തായാലും ഗണപതിക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കുബേരൻ്റെ രാജധാനിയിൽ എല്ലാ രീതിയിലുള്ള വിഭവങ്ങളും എത്ര പേര് വന്നാലും കഴിക്കുന്നതിനുള്ള എല്ലാ വിഭവങ്ങളും റെഡിയാക്കി വെച്ചിട്ടാണ് ആ അഹങ്കാരത്തോട് ദാർഷ്ട്യത്തോടുകൂടി തന്നെയാണ് കുബേരൻ ഗണപതിക്ക് ഇലയിട്ട് ഭക്ഷണം വിളമ്പുന്നു. അപ്പോൾ ഭഗവാനെ തൃപ്തിപ്പെടുത്തിയിട്ടാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഗണപതിക്ക് വിളമ്പി കഴിയുമ്പോൾ ആദ്യം വിളമ്പി അത് കഴിച്ചു, എല്ലാം പിന്നീട് വിളമ്പി, അങ്ങനെ പല പ്രാവശ്യം വിളമ്പിയിട്ടും ഗണപതിയുടെ വിശപ്പ് ശമിക്കുന്നില്ല. ഗണപതിക്ക് വിളമ്പുന്നു, ഭഗവാൻ കഴിക്കുന്നു എന്നല്ലാതെ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ വിളമ്പി അവസാനം അവിടെ വെച്ചിരുന്ന മുഴുവൻ ഗണപതിക്ക് വിളമ്പിയിട്ടും ഭഗവാന്റെ വിശപ്പ് മാറിയില്ല. അപ്പോൾ വിശപ്പ് മാറാതെ വരുമ്പോൾ ഗണപതി വീണ്ടും ആവശ്യപ്പെടും, എൻ്റെ വിശപ്പ് മാറ്റാൻ തന്നെ പറയുന്നത്. അപ്പോൾ മുമ്പ് കുബേരൻ കരുതിയത് ഈ ഗണപതിയാണ് വിട്ടത്, നമ്മളെ കളിയാക്കുന്ന രീതിയിൽ എന്നുള്ള രീതിയിൽ നിന്ന് കുബേരന് വേർത്ത് തുടങ്ങി. കാരണം ഭഗവാൻ എല്ലാം വിളമ്പിയിട്ടും വിശപ്പ് മാറിയില്ല. അങ്ങനെ വിശപ്പ് മാറാതായി കഴിയുമ്പോൾ ഗണപതി അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങൾ മുഴുവൻ എടുത്ത് എല്ലാം വിഴുങ്ങി. അങ്ങനെ അതും വിഴുങ്ങി കഴിഞ്ഞിട്ടും വിശപ്പ് മാറിയില്ല. അവസാനം കുബേരൻ്റെ രാജധാനിയും വിഴുങ്ങി, മൊത്തം വിഴുങ്ങി. എല്ലാം വിഴുങ്ങിയിട്ടും ഭഗവാന്റെ വിശപ്പ് മാറുന്നില്ല. വീണ്ടും കുബേരനോട് എൻ്റെ വിശപ്പ് മാറ്റാൻ പറയുന്നു. ഇപ്പോഴാണ് കുബേരന് ഇതിൻ്റെ അപകടം മനസ്സിലായി. കാരണം അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തന്നെ പിടിച്ച് വിഴുങ്ങും. അതായത് വിശപ്പ് മാറണമെങ്കിൽ ഇനി കുബേരനെ വിഴുങ്ങാല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അപ്പോൾ കുബേരന് ഇപ്പോഴാണ് മനസ്സിലായത് ശിവൻ പരീക്ഷിക്കുകയായിരുന്നു. തൻ്റെ അടുത്തേക്ക് ഭഗവാനെ ക്ഷണിച്ചപ്പോൾ മകനെ വിട്ടത് ശരിക്കും അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി ശിവൻ
ഭഗവാൻ തന്നെ പരീക്ഷിച്ചാണ്. അപ്പോഴാണ് കുബേരന് മനസ്സിലാകുന്നത് തൻ്റെ അഹങ്കാരം തൻ്റെ ധനം കൊണ്ടൊന്നും ഇതിനെ മറികടക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഭഗവാൻ പ്രാണരക്ഷാർത്ഥം ഓടി ശിവൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ശിവൻ്റെ അടുത്തേക്ക് ഓടി വന്ന് എന്നെ രക്ഷിക്കുന്ന പ്രഭു എന്ന് പറഞ്ഞ് വരുമ്പോൾ പിന്നാലെ ഗണപതി. കാരണം ഗണപതി വരുന്നത് കുബേരനെ വിഴുങ്ങാൻ വേണ്ടി വരുന്നതാണ്, വിശപ്പ് മാറണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവസാനം ശിവൻ്റെ കാലിൽ വീഴും, എനിക്ക് പറ്റിയ മഹാപരാധം പൊറുക്കണം, എന്നെ രക്ഷിക്കണമെന്ന് പറയും. അങ്ങനെ വന്ന് അപ്പോൾ ശിവന് മനസ്സിലായി കുബേരൻ്റെ അഹന്ത എല്ലാം കഴിഞ്ഞു. കാരണം എല്ലാം കഴിഞ്ഞല്ലോ, ഉണ്ടായിരുന്ന ധനധാന്യം മൊത്തം എല്ലാം വിഴുങ്ങി കഴിഞ്ഞു. അവിടെ വീടുകളൊന്നുമില്ല, എല്ലാം പോയി. ഗണപതി മൊത്തം വിഴുങ്ങി, ഇനി അവിടെ ഒന്നുമില്ല, ആകെ വിഴുങ്ങാനുള്ളത് കുബേരനെ മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ശിവൻ്റെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കും, ഭഗവാൻ എന്നോട് പൊറുക്കണം, എനിക്ക് പറ്റിയ എൻ്റെ അഹങ്കാരം, എൻ്റെ തെറ്റൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞ് അങ്ങനെ ഭഗവാൻ കാലിൽ വീണ് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആ സമയത്ത് ശിവൻ ഒരു പിടി മലര് ഭഗവാന് കൊടുക്കണം, ഗണപതിക്ക് കൊടുക്കും. ഇതുകൊണ്ട് തൃപ്തിയാവുക ഗണേശ എന്ന് പറയും. അങ്ങനെയാണ്. അപ്പോൾ മലര് കിട്ടിക്കഴിയുമ്പോൾ അതോടുകൂടി ഗണേശൻ തൃപ്തിയാവുന്നു. അങ്ങനെയാണ് ഈ മലരിൻ്റെ പൊരുൾ വരുന്നത്. അപ്പോൾ മലര് ഹോമിക്കുക എന്ന് പറഞ്ഞാൽ അവസാനം മാത്രമേ ഭഗവാന് മലര് കൊടുക്കാൻ പാടുള്ളൂ. മലരിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ദ്രവ്യവും ഭഗവാന്റെ ഹോമകുണ്ടത്തിലേക്ക് ഇടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പൂജാകർമ്മമൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ അടുത്ത് പൂജയ്ക്കൊക്കെ വരുന്നവർ ഗണപതി ഹോമം കണ്ടു കഴിഞ്ഞിട്ട് പിന്നീട് അവർ വീടൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മളോട് ആവശ്യപ്പെടും, ഒന്ന് ഗണപതി ഹോമം ചെയ്യാൻ പറ്റുമെന്ന് വയ്ക്കും. കാരണം നമ്മൾ പറയും നമുക്ക് സമയക്കുറവുണ്ട്, ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പറയുന്നത് ഇപ്പം ഞാനീ പറഞ്ഞ രീതിയിലുള്ള പൂജാതി കർമ്മമൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറൊരു സ്ഥലത്തേക്ക് പോയാൽ ഇങ്ങനെയുള്ള ക്രമങ്ങളൊന്നുമില്ല. അപ്പോൾ സാധാരണ പറ്റുന്ന അബദ്ധങ്ങൾ പൂർവികത്തിലുണ്ടായിരുന്ന ഈ രീതിയിലുള്ള പൂജാക്രമങ്ങളെല്ലാം പിൽക്കാലത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്നിച്ച് വാരിയിട്ട് അവസാനിപ്പിക്കുന്ന ഒരു രീതിയും, അതുകൂടാതെ ഭഗവാന് കൊടുക്കുന്ന ദ്രവ്യങ്ങളൊന്നും മനുഷ്യന് പ്രസാദമായിട്ട് കൊടുക്കാനും പാടില്ല. അതായത് ഭഗവാന് വെച്ചത് എല്ലാം ഭഗവാന് ഹോമിക്കാനുള്ളതാണ്. അപ്പോൾ സാധാരണ ക്ഷേത്രങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ വലിയ വലിയ ആചാര്യന്മാരൊക്കെ ചെയ്യുന്നത്, അതിൽ നിന്ന് 2 or 3 പ്രാവശ്യം ഇത് ഹോമിച്ചങ്ങ് കഴിഞ്ഞിട്ട് ബാക്കി ഭക്തർക്ക് നിവേദ്യമായിട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഭഗവാനെ ചീറ്റ് ചെയ്യാണ് ശരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒന്നും ഒരു ദ്രവ്യം പോലും ഭഗവാന് ഹോമിക്കാൻ കൊണ്ടുവന്ന ഒരു ദ്രവ്യം പോലും നമുക്ക് ബാക്കിയുണ്ടാവില്ല. അതെല്ലാം ഭഗവാന് കൊടുത്തിട്ട് നമ്മൾ ഭഗവാന് ഗണപതിക്ക് ഹോമം കൊടുക്കാമെന്ന് വെച്ചാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഭഗവാന് ഹോമം കൊടുക്കുമ്പോൾ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ആ കലശമാണ്, പൊൻകലശമാണ് നമ്മൾ തിരികെ ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാന് ഭക്ഷണം മതി, പകരം നമുക്ക് ധനം തരാനാണ് പറയുന്നത്. അപ്പോൾ ഗണപതി ഹോമത്തിൻ്റെ പൊരുൾ ആദ്യം അറിയണം, അല്ലാതെ വെറുതെ കണ്ടിട്ട്. ഇപ്പോൾ ഞാൻ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, 3 ചെറുനാരങ്ങമാല 18 ചെറുനാരങ്ങമാല ഗണപതിക്ക് കൊടുത്തിട്ട് 3 ഹോമം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം സാധിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവാന് ഭക്ഷണം കൊടുത്ത് അതേപോലെ ഹാരവും കൊടുക്കുമ്പോൾ ഉടനെ തന്നെ ഭഗവാൻ കയ്യിലിരിക്കുന്ന പൊൻകലശം നമുക്ക് തരിക ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ സാധിക്കുന്നത്. അപ്പോൾ അതേപോലെ ഈ ഹോമമൊക്കെ ചെയ്യുന്ന മാന്ത്രികരും താന്ത്രികരും വലിയ വലിയ ആചാര്യന്മാരൊക്കെ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ നമ്മൾ വെറുതെ ചാനലിൽ കയറി വന്നിരുന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് തെറ്റിദ്ധരിക്കേണ്ട. ഇങ്ങനെയുള്ള പൂജാക്രമങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും ഗണപതിയുടെ ഇന്ന് 100-ല്ല 1000% റിസൾട്ട് നമുക്ക് കിട്ടുമെന്നുള്ളതിന് എൻ്റെ അടുത്ത് ഒത്തിരി തെളിവുകളുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇങ്ങനെയുള്ള രീതികൾ ഈ പൂജാക്രമമൊക്കെ ചെയ്യുമ്പോൾ മലര് ഇടുമ്പോൾ ഒരു കാരണവശാലും ഭഗവാന് തുടക്കത്തിൽ കൊണ്ടൊന്നും മലരിടാൻ പാടില്ല. അതേപോലെ ഗണപതിക്ക് ഹോമം നടത്തുമ്പോൾ ഒരു കാരണവശാലും ചകിരി ഉപയോഗിക്കാൻ പാടില്ല. ഇത് തന്നെ ചില ജ്യോതിഷമാസികളിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. കൽപ്പവൃക്ഷമായ തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും ഭഗവാന് ഹോമിക്കാം, ഗണപതി ഹോമത്തിനെടുത്താം. ഏതോ ഒരു പൊട്ടാചാര്യൻ ഏതോ ഒരു ചാനലിൽ ഇരുന്നിട്ടൊക്കെ ജനങ്ങളെ വഴിതെറ്റിക്കുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ വന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് അവരോട് ചോദിക്കുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കൽപ്പവൃക്ഷമായ തെങ്ങ് തന്നെയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്. ഈ ഗണപതി ഹോമത്തിന് അന്ന തെങ്ങിൻ്റെ വേര് കൊണ്ടുവന്നിട്ടൂടെ? അതല്ലെങ്കിൽ തെങ്ങിൻ്റെ ചോറ് കൊണ്ടുവന്നിട്ടൂടെ? അതില്ലെങ്കിൽ തെങ്ങിൻ്റെ ഓല കൊണ്ടുവന്നിട്ടൂടെ? ഇതെന്ത് ഇടാത്തത്? അപ്പോൾ ഇങ്ങനെ ഈ കുനിഷ്ട് മറുപടി ജനങ്ങൾക്ക് കൊടുത്ത് പറ്റിക്കാതെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. നമ്മൾ പറയുന്നത് ചകിരി ഇടണ്ട എന്ന് പറയാൻ കാരണം, ചകിരിയിൽ ചെറു പ്രാണികളുടെ സാന്നിധ്യം ഉണ്ടാകും. സാത്വികമൂർത്തിയായ ഗണപതി ഭഗവാൻ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നില്ല. അപ്പോൾ അതുകൂടി അതിൻ്റെ പിന്നിൽ വരുന്നത്. അതുകൊണ്ടാണ് ചകിരി നിഷിദ്ധം എന്ന് പറയുന്നത്. അല്ലാതെ കൽപ്പവൃക്ഷമായ തെങ്ങിനെ നമ്മൾ നിഷിക്കുന്നില്ല. നമ്മൾ പറയുന്നത് ചകിരിക്ക് പകരം ചിരട്ട ഉപയോഗിക്കൂ. ചിരട്ടയിൽ പ്രാണി ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. ചിരട്ടയിൽ പ്രാണി കയറിയിരിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ പോലും കൈകൊണ്ട് തട്ടാം, അല്ലെങ്കിൽ നിലത്തിട്ട് 2 തട്ട് തട്ടിയാലും ഈ പ്രാണിയെല്ലാം പോകും. പക്ഷെ ചകിരിയിലോ? എത്ര ഫ്രഷായ ചകിരിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രാണി ഉണ്ടോ ഇല്ല എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. ഈ ചകിരി ചൂടാക്കി കഴിഞ്ഞാൽ അപ്പോൾ കാണിച്ചു തരും ആ പ്രാണികളുടെ ബഹളം വരുന്നത്. അപ്പോൾ ഇത് അറിയാതെ കണ്ടിട്ട് ഒരു ആചാര്യൻ നല്ലത് പറഞ്ഞു തരുമ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നമ്മളെ വെല്ലുവിളിക്കുന്നേക്കാൾ നല്ലത് ജനങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രന്ഥങ്ങളൊക്കെ കുറേ കൂടി
ജനങ്ങൾ വാങ്ങി ഉപയോഗിക്കും. എൻ്റെ അടുത്ത് വരുമ്പോൾ പലരും പറയുന്നത് ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളൊക്കെ എത്രയോ പൊട്ടത്തെറ്റുകളാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വിടുന്ന മന്ത്രങ്ങളും തന്ത്രങ്ങളും അതേപോലെ പൂജാവിധികളൊക്കെ കണ്ടിട്ട് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. വേണ്ടാത്തതെല്ലാം നമ്മളെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ഈ ആചാര്യന്മാർ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് നേര് മനസ്സിലാകുമെന്ന് പറയുമ്പോൾ ഇവർ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഭക്തരെ എഴുതി ചോദിക്കും, എഴുത്ത് ഇങ്ങനെ ഗണപതി ഹോമത്തിൽ ചകിരി ഇട്ടുകൂടാന്നൊരു ആചാര്യം പറയുന്നത് കേട്ടു, അതിനെക്കുറിച്ച് വിശദമാക്കാമോ? ഉടനെ അവർ പറയും ആ ആചാര്യൻ്റെ തലയ്ക്ക് വെളിവിലാണ്ടിരിക്കുന്ന ആചാര്യനാണ്, അതൊന്നും ആചാര്യസ്ഥാനത്ത് ഇരിക്കേണ്ട ആളല്ല, കൽപ്പവൃക്ഷമായ തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കാമെന്നൊക്കെ തന്നെ മറുപടി. അപ്പോൾ ഞാനിത് പറയാൻ കാരണം നമ്മൾ ആ ഗ്രന്ഥം വായിച്ചിട്ടൊന്നുമല്ല, നമ്മളുടെ അടുത്ത് ഇതേപോലെ അവർ ചോദിച്ച ആൾ വന്നിട്ട് തിരിച്ച് നമ്മളോട് ചോദിക്കും ആചാര്യൻ അങ്ങനെ പറഞ്ഞിട്ട് ഗ്രന്ഥത്തിൽ ഇങ്ങനെ മറുപടി തന്നെയെന്ന്. അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ എഴുതുന്ന ആരായിരിക്കും? അത്രമാത്രമേ അറിവുണ്ടാവുള്ളൂ. അറിവ് കുറഞ്ഞതുകൊണ്ടാണ് ഇതിനെ നശിക്കുന്നത്. അല്ലാതെ അറിവ് കിട്ടുമ്പോൾ അത് സ്വീകരിക്കുന്നതിന് എന്താ തടസ്സമുള്ളത്? അപ്പോൾ നമ്മുടെ ഗുരുനാഥൻ ഈ അറിവ് ലോകത്തിന് മുന്നിലേക്ക് വെക്കുമ്പോൾ അത് വേറെ ഒരു ഗുരുവാണ് വെച്ചത്, അതുകൊണ്ട് വേണ്ടാന്ന് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ കൽപ്പവൃക്ഷമായ തെങ്ങ് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തെങ്ങിൻ്റെ വേരോ തെങ്ങിൻ്റെ ചോറോ അങ്ങനെ അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഓലയോ ഒന്നും കൊണ്ടുവന്ന് ഗണപതി ഹോമത്തിന് ആരും ഉപയോഗിച്ച് കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് ജനത്തിന് ഗുണം കിട്ടുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഈ ക്രമങ്ങൾ അല്ലെങ്കിൽ ഇതെല്ലാം പാലിച്ച് മുന്നോട്ട് പോയി അതിൻ്റെ ഗുണഭോക്താക്കളായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ ജനങ്ങളും ഈ കർമ്മങ്ങളിലേക്കും ഈശ്വര ചിന്തയിലേക്കൊക്കെ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ കത്തുകളായി ഞങ്ങൾക്ക് അയയ്ക്കുക. ദയവായി ഫോൺ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാതിരിക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ശരിക്കും കർക്കിടക കഞ്ഞി കൊണ്ട് മാത്രമായില്ല വെജിറ്റേറിയനിസം. കാരണം ഒരുവിധം നമ്മൾ നോക്കിയാൽ സമ്മറിന്റെ ഏറ്റവും പീക്ക് സമയത്താണ് പലതരം ഫ്ലൂകൾ വരുന്നത്. അപ്പോൾ ഇതുപോലെ മഴക്കാലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓർഗാനിസംസിന് പെറ്റുപെരുകാനുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ. അത് മാത്രമല്ല, ഈ ഭയങ്കരമായിട്ടുള്ള ഒരു വേനലിൽ നിന്ന് വലിയൊരു മഴക്കാലത്തേക്ക് നമ്മുടെ ശരീരവും കൂടെ അതിനനുസരിച്ച് പാകപ്പെടേണ്ടതാണ്. അപ്പൊ ആ ഒരു പാകപ്പെടലിന്റെ സമയത്ത് ശരീരം കുറച്ചൊരു വീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ കൂടുതലായി വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. കർക്കിടകത്തിനെ കുറിച്ച് പറയുമ്പോൾ കർക്കിടക വാവിനെ കുറിച്ച് പറയാതെ വയ്യ. നമുക്ക് അതിനെ കുറിച്ച് ഒരു എപ്പിസോഡിൽ തന്നെ പറയാം. എങ്കിൽ പോലും കർക്കിടകത്തിലെ അമാവാസി ദിനമാണ് നമ്മുടെ പിതൃക്കൾക്ക്, ഇപ്പോൾ 3 തലമുറയ്ക്ക് മുകളിലുള്ള പിതൃക്കൾക്ക് മോക്ഷം കിട്ടി എന്നാണ് ധാരണ. അപ്പോൾ അതിന് തൊട്ട് 3 തലമുറകളുടെ പിതൃക്കൾക്കാണ് നമ്മൾ ബലിതർപ്പണം നടത്തുന്നത്. അതെ, അപ്പോൾ അതിനെക്കുറിച്ചും എല്ലാം നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പറയാമല്ലേ വീണ? ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് നമുക്ക് വിടവാങ്ങാനുള്ള സമയമായിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.